നമസ്കാരം, വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ ഒരു അച്ചാർ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും ചോറിനൊപ്പം നമുക്ക് കുറച്ച് അച്ചാർ വേണം എന്നത് ചിലരുടെ എങ്കിലുമൊക്കെ ഒരു നിർബന്ധമായിരിക്കും. ഊണിനൊപ്പവും ബിരിയാണിക്കൊപ്പവും എല്ലാം നമ്മൾ പലതരത്തിലുള്ള അച്ചാർ തൊട്ടുകൂട്ടാറുണ്ടല്ലേ. എന്നാൽ അച്ചാറുകളൊക്കെ ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അച്ചാറൊക്കെ ഇട്ട ഭരണി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് നിലനിൽക്കും. ഇപ്പം നാരങ്ങ അച്ചാർ ഇട്ട ഭരണിയാണെങ്കിൽ ആ നാരങ്ങയുടെ സ്മെല്ല് എന്തായാലും അതിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ബീഫ് അച്ചാറോ അതുപോലെ മീനച്ചാറോ ഒക്കെ ആണെങ്കിലും ആ ഭരണിയിൽ ആ ഒരു സ്മെല്ല് കാണും. നമ്മൾ എത്ര കഴുകി എന്ന് പറഞ്ഞാലും ആ ഒരു സ്മെല്ല് കാണും. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അച്ചാർ ഭരണി നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുക. അപ്പോൾ ഇതിലെന്തായാലും ആ ഒരു നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ചെറിയൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഒന്ന് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റോൾ ചെയ്താൽ മതി. അപ്പോഴത്തേക്കിനും ആ തീ അങ്ങോട്ട് കെട്ടുപോകും. അപ്പോൾ ഒരു പുകയുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് ഒരല്പസമയം ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തൊന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒട്ടും സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ. നമുക്ക് ആ ഒരു പഴയ ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് എന്തായാലും കാണത്തില്ല. നിങ്ങൾ ഇനി അച്ചാർ ഇടുമ്പോഴത്തേക്കിനും ഭരണി ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2, ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറിൽ നാരങ്ങ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ട് എടുത്തേക്കുന്നതാണിതേ. അപ്പോൾ ഇത് കുക്കറിനകത്ത് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അത് അലിക്കത്തില്ലല്ലോ, അതിൻ്റെ തൊണ്ടയ്ക്ക് അതേപോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മളത് കുറേ നാളുകൾക്ക് ശേഷമാണ് നാരങ്ങ അച്ചാറൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയും വേണം, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുകയും വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുക്കറിൽ അരിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് 1 or 2 വിസിൽ അടുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഇതുപോലെ ഞാനത് വേവിച്ച് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിച്ച് എടുത്തതിന് ശേഷം ഇനി നമ്മൾ സാധാരണ എങ്ങനെയാണോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ ചേരുവകളെല്ലാം ചേർത്ത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇട്ട അന്നേരം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം ഈ നാരങ്ങയുടെ തൊണ്ടകം നല്ലതുപോലെ വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം എടുത്ത അച്ചാർ പോലെ തന്നെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം അങ്ങനെ ഇട്ട അച്ചാറാണിത്. നമ്മൾ ബാക്കി ചേരുവകളെല്ലാം തന്നെ ഇതിൽ ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നല്ലതുപോലെ അലുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി അച്ചാറിടുമ്പോൾ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3, ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് എടുക്കണം. അതുപോലെ തന്നെ ചെറുനാരങ്ങ ഒരു മുറി വേണ്ട, അരമുറി മതി കേട്ടോ. അപ്പം ഇതുപോലെ ഞാനൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു പാത്രത്തിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ ഇഞ്ചിയുടെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. നല്ലതുപോലെ വെള്ളം വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ ഇതേപോലെ വെട്ടിത്തിളിച്ച വെള്ളം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം കേട്ടോ. പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനമൊക്കെ മൂലം നമുക്ക് തൊണ്ടവേദനയും ജലദോഷവും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഉമ്മിനീരൊക്കെ ഇറക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ തൊണ്ടവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ. നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇഞ്ചിയും വെള്ളവും അതുപോലെ തേനും ചെറുനാരങ്ങയുമാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അപ്പം അരമുറി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി വലിയ മുറിയാണെങ്കിൽ അത് മുഴുവനും ചേർക്കണമെന്നില്ല. നിങ്ങളുടെ ആ ഒരു പുളിപ്പിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഇതിൻ്റെ പകുതിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് തേന്. ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങയുടെ അസിഡിറ്റിക് ഗുണങ്ങൾ മ്യൂക്കസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇഞ്ചിനീരും മ്യൂക്കസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഇപ്പം ഞാൻ ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമ്മൾ തൊണ്ടവേദനയും ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ള സമയത്ത് ഇതേപോലെ നമ്മളൊന്ന് കുടിക്കുകയാണെങ്കിൽ ആ ഒരു തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തൊണ്ടവേദനയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇതുപോലൊരു മിശ്രിതം ഒന്ന് തയ്യാറാക്കിയിട്ട് കുടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ തൊണ്ടവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കും. എന്നിട്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കാതെ ഡോക്ടറെ കാണിക്കാനും പ്രത്യേകം ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 4, നമ്മളിന്ന് ഈ ഒരു ഔഷധ സസ്യം പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തൊടിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെരിങ്ങലം അല്ലെങ്കിൽ ഒരു വേരൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ പറമ്പിലും വഴിയോരത്തും ഒക്കെ നിൽക്കുന്ന ഈ ചെടികളെയൊക്കെ നമ്മൾ ഉന്മൂലനാശം ചെയ്യുമ്പം നാം ഒരു കാര്യം അറിയാറില്ല. നമ്മുടെ ആയുസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ ഔഷധങ്ങളാണ് ഇവയെന്ന്. ഈ ഒരു വേരിൻ്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ, പെരിങ്ങലത്തിൻ്റെ ഇല വെച്ചിട്ടും അതിൻ്റെ വേര് വെച്ചിട്ടുമൊക്കെ ഒട്ടേറെ ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ട്. നമ്മുടെ പൂർവികരൊക്കെ അത് ചെയ്തു വന്നിരുന്നതാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ടിപ്പിന് വേണ്ടി നമുക്ക് പെരിയലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വേരിൻ്റെ ഇതേപോലത്തെ ചെറിയ തളിരിലകളാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ ചെറിയത് നോക്കി തളിര് നോക്കി ഇതേപോലെ കുറച്ചൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ പെരിയലത്തിൻ്റെ ഇല ഇതുപോലൊന്ന് എടുത്തിട്ട് പ്രാണികളോ പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. അതിനുശേഷം നമുക്കിതുപോലെ കുറച്ച് ഇല എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം പെരിയലത്തിൻ്റെ ഇല വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന മറ്റ് ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകുമെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പം ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലൊന്നും അരയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ പെരിയലത്തിൻ്റെ ഇലയുടെ ഈ ഒരു ഗുണം എന്താണെന്ന് പറയാം. നമുക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തലവേദന ചെന്നിക്കുത്ത് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒറ്റമൂലിയാണ് ഇത്. അതായത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തളിരിലകൾ വേണം നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് തൊട്ടുരിയാടാതെ പറിച്ച് ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ അരച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് വെള്ളമൊന്നും തൊടാതെ ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു നീരെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല എങ്കിലും ഈ ഒരു രീതിക്ക് അതിൻ്റെ ആ ഒരു നീര് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടും. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയുള്ളത് നമ്മുടെ തലയുടെ വലതുവശത്താണെങ്കിൽ നമ്മൾ ഈ പെരുവിലത്തിൻ്റെ ഈ ഒരു നീര് പുരട്ടേണ്ടത് നമ്മുടെ ഇടത് കാലിൻ്റെ പെരുവിരലിലാണ്. ഇനി നമുക്ക് തലവേദന ഉള്ളത് നമ്മുടെ തലയുടെ ഇടതുവശത്ത് ആണെങ്കിൽ നമ്മൾ ഈ നീര് പുരട്ടേണ്ടത് നമ്മുടെ കാലിൻ്റെ വലതുവശത്ത് പെരുവിരലിലാണ് പുരട്ടേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഇല ചതച്ച് അങ്ങനെ നഖത്തിൽ നമ്മൾ വെച്ച് കെട്ടിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ചതച്ചിട്ട് ഒന്ന് അരച്ചിട്ട് ഞാനത് വെച്ച് കെട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഫലം കാണാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മുടെ മൈഗ്രെയിന് നല്ലൊരു ശമനം ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ കാണപ്പെടുന്ന ഒരു പാഴ്ചെടി എന്നാണ് നമ്മൾ വിളിക്കാറുള്ളതെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ചെടിയിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇത് പലർക്കും അറിയാതെ പോയതാണ്. തലവേദന ഉള്ള വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാലിൻ്റെ പെരുവിരലിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. വെറുതെ ആ ഒരു ഇല എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് തിരുമ്മി നമ്മൾ ഈ പെരുവിരലിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല ഫലം തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.